ഒരിടത്ത് ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിന് അംഗവൈകല്യമുണ്ടായിരുന്നു. ഒരു കണ്ണും ഒരു കാലും നഷ്ടമായ രാജാവായിരുന്നു. ഒരിക്കലൊരു ദിവസം ആ രാജാവ് കൊട്ടാരത്തിൻ്റെ വരാന്തയിലൂടെ നടക്കുമ്പോൾ പിതാമഹന്മാരുടെ ചിത്രങ്ങൾ ചുവരിൽ തൂക്കിയിട്ടിരിക്കുന്നത് അദ്ദേഹം കണ്ടു. അദ്ദേഹത്തിനും സ്വന്തം ഒരു ചിത്രം വരയ്ക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. കാരണം തൻ്റെ മക്കൾ ഇതിലേ നടക്കുമ്പോൾ തന്നെ കാണണമെന്നും തന്നെക്കുറിച്ച് അറിയണമെന്നും അഭിമാനം കൊള്ളണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ രാജസഭയിലെ ചിത്രകാരന്മാരെ എല്ലാം വിളിച്ച് തൻ്റെ ഒരു ചിത്രം വരയ്ക്കാൻ ആവശ്യപ്പെട്ടു. ചിത്രകാരന്മാരെല്ലാം ഓരോരുത്തരായി പിന്നോട്ട് മാറി. കാരണം രാജാവിൻ്റെ ചിത്രം എങ്ങനെ മനോഹരമുള്ളതാക്കി വരയ്ക്കും? അദ്ദേഹത്തിന് അത് ഇഷ്ടമായില്ലെങ്കിൽ ഞങ്ങളെ തുറങ്കലിൽ അടക്കില്ലേ? ഇതൊക്കെയായിരുന്നു അവരുടെ പേടി. അവസാനം രാജാവ് വിളംബരം പുറപ്പെടുവിച്ചു. ആരാണോ തനിക്ക് മനോഹരമായൊരു ചിത്രം വരച്ചു തരുന്നത് അയാൾക്ക് പാരിതോഷികങ്ങൾ നൽകും. ഒരു ചിത്രകാരൻ മാത്രം മുന്നോട്ട് വന്നു. അയാൾ ചിത്രം വരയ്ക്കാമെന്ന് ഉറപ്പോടെ 3-4 ദിവസം തൻ്റെ പണിപ്പുരയ്ക്കുള്ളിൽ ചെലവഴിച്ചു. അവസാനം അദ്ദേഹത്തിൻ്റെ ചിത്രം പൂർത്തിയായി. രാജസദസ്സിൽ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ചിത്രം എങ്ങനെയുണ്ടായിരിക്കും? എന്തായിരിക്കും രാജാവിൻ്റെ പ്രതികരണം? ചിത്രകാരൻ തൻ്റെ ചിത്രവുമായി സദസ്സിലേക്ക് വന്നു. രാജാവും ആകാംക്ഷാഭരിതരായിരിക്കുകയാണ്. അങ്ങനെ ചിത്രകാരൻ രാജാവിന് വരച്ച ചിത്രം സമർപ്പിച്ചു. രാജാവ് അതെടുത്തു നോക്കിയപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. അയാൾ വരച്ച ചിത്രം രാജാവിൻ്റെ ഒരു സൈഡിൽ നിന്നുള്ള പോസായിരുന്നു. കുതിരപ്പുറത്തിരുന്ന് അമ്പെയ്യുന്ന ഒരു സൈഡിൽ നിന്നുള്ള പോസ്. അതിൽ രാജാവിൻ്റെ കണ്ണുകളോ കാലുകളോ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. അപാകതയും കാണുന്നുണ്ടായിരുന്നില്ല. വളരെ മനോഹരമായൊരു ചിത്രം. രാജാവിന് വളരെ ഇഷ്ടപ്പെട്ടു. ആ ചിത്രകാരനെ രാജാവ് രാജസദസ്സിലെ പ്രധാന ചിത്രകാരൻ ആയി പ്രഖ്യാപിച്ചു. നമ്മൾക്കെല്ലാവർക്കും കുറവുകളുണ്ട്. നമ്മളൊരു വ്യക്തിയുടെ കുറവുകൾ മാത്രം നോക്കാതെ അവരുടെ പോസിറ്റീവ് വശങ്ങളും കൂടി ചിന്തിക്കുകയാണെങ്കിൽ നമുക്കവരെ സ്നേഹിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മളുടെ കുറവുകളും നമ്മൾ മറച്ചു വെച്ച് പുറകോട്ട് മാറി അവസരങ്ങളെല്ലാം ഒഴിവാക്കി കുറവുകളെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കാതെ നമ്മളുടെ കുറവുകൾ അത് അംഗീകരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് നാണക്കേട് ചിന്തിക്കാതെ മുന്നോട്ട് പോകണം. ഇത്തരത്തിലുള്ള ഒരു സമീപനം നമ്മൾ കാഴ്ചവെക്കുകയാണെങ്കിൽ ലോകത്തുള്ള പകുതി പ്രശ്നങ്ങൾ ഒഴിവാകും.